സീനാവും. എനിക്കിനി അതിൻ്റെ വണ്ടിയുടെ ആ ഒരു ഡോറിന് നോക്കാതെ ഞാൻ ഇറങ്ങി നോക്കിയായിരുന്നു. പക്ഷെ ഇരുട്ടായിരുന്നു അവിടെ, അപ്പോൾ ഒന്നും കണ്ടില്ല. പോരാത്തതിന് കസ്റ്റമർ ബാക്കിൽ ഇരിക്കണല്ലേ. ഒരു മാഡം ഇറങ്ങിപ്പോയുള്ളൂ, ഒരു മാഡം പുറകിലുണ്ടായിരുന്നു. സോ അവരാ നമ്മൾ ഡ്രോപ്പായിട്ട് എത്തിക്കട്ടെ, അത് കഴിഞ്ഞിട്ട് നോക്കാമല്ലെന്ന് വിചാരിച്ചു ഞാൻ. പക്ഷേ അവിടെ ഇറങ്ങി നോക്കിയില്ലേ, അത് കാണാനുള്ള ശക്തി എനിക്കില്ല. അതുകൊണ്ട് ഞാൻ വീട്ടിലേക്ക് പോണേ. മാതാവിനോടും പ്രാർത്ഥിച്ചോണ്ട്, മാതാവേ വണ്ടിക്കൊന്നും പറ്റിയേക്കരുത്. നമുക്ക് നമ്മുടെ വണ്ടിക്ക് എന്തെങ്കിലും പറ്റിക്കഴിയുമ്പോൾ ഉള്ളിൽ അതെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാമെന്നറിയില്ല. അത് ശോകമാണ് കൈസ, അത് ഭയങ്കര സീനാണ്. ആദ്യം എൻ്റെ വണ്ടിയിൽ ഒരു ബൈക്കുകാരൻ മാത്രമാണ് കൊണ്ടുവന്ന് ഫ്രണ്ടിലിട്ടൊന്ന് വരച്ചിട്ട് അങ്ങോട്ട് പോയത്. അത് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വണ്ടി എടുത്ത് 3-ാം മാസമാണ്. ഇതിപ്പോൾ ആരും വന്ന് ഇടിച്ചല്ല, നമ്മുടെ കസ്റ്റമർ തന്നെ അങ്ങോട്ട് തുറന്ന് ഇടിച്ച് പൊളിച്ചതാണ്. പൊളിഞ്ഞ് പോയിട്ടാണെന്ന് എനിക്കറിയില്ല, നല്ല സൗണ്ടായിരുന്നു. അയ്യോ, ഇനിയിപ്പോൾ വീടെത്തിയിട്ട് നമുക്ക് നൈസായിട്ട് നോക്കാം, ഒന്നും പറ്റരുത് എന്നുള്ള പ്രാർത്ഥനയാണ്. പക്ഷേ തൊട്ടപ്പുറത്ത് നിന്ന് മാഡം പറഞ്ഞ ഡയലോഗ് അത് മനസ്സിൽ നിന്ന് പോകണം, അത് ഭയങ്കര ശോകമായി പോയി. നൈസ്. ഉള്ളിലെ വെളിച്ചം കുറവാണ്. ഇവിടെയാണ് വന്ന് ഇടിച്ചേട്ടാ. ഗൈസ് ഈ 2 പെയിൻറ്റ് പോയേക്കണ്ട. ആകെയോട്ടെ ചളങ്ങില്ല. പക്ഷെ എൻ്റെ അമ്മ എന്തിടി അടിച്ചെന്നറിയോ, ചളങ്ങില്ല. വേണ്ട, ഇതുമാണ് പോയേക്കണം. സീനില്ലട്ടാ, രക്ഷപ്പെട്ട്. മാതാവ് രക്ഷിച്ച്. അപ്പോൾ മച്ചാമാരെ, താങ്ക് യു സോ മച്ച് ഫോർ യുവർ സപ്പോർട്ട്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേട്ടാ. ബൈ ബൈ.